ഹായ് ഗൈസ്, ബ്രെയിൻ സയൻസിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു RC ബഗ്ഗിയാണ്. സോ ഒരു ബിഗിനേഴ്സിന്റെ ഹോബി ഗ്രേഡ് ബഗ്ഗി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇത് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Wltoysന്റെ SKS എന്ന് പറഞ്ഞാണ്. മോഡൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് മോഡൽ നമ്പർ തന്നെയാണ്, പേരൊന്നുമില്ല. അതായത് 144001, അതായത് 144001. അതെ, അതാണ് ഈ ബഗ്ഗിയുടെ പേര്. സോ വിയേർഡ് നെയിമാണ്. Wltoysന്റെ നമ്മളൊരു ഹെലികോപ്റ്റർ, ഒരു ചെറിയൊരു ഹെലികോപ്റ്റർ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സോ ബിഗിനേഴ്സിന് പറ്റിയൊരു മോഡൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്കിപ്പോൾ കണ്ടറിയാം ഇന്ത്യ പോസ്റ്റിന്റെ ഇതൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും ഓർഡർ ചെയ്തത് AliExpress നിന്നാണ്. അതുപോലെ തന്നെ കസ്റ്റംസിന്റെ ടാക്സിനും ക്ലിയറിംഗ്സും എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ തന്നെ അത്യാവശ്യം ഒരു റേറ്റിൽ വ്യത്യാസം വരും. ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യാറില്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പുറത്തുനിന്ന് മേടിക്കണമെന്നുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെയുള്ള ഒരു ഹോബി ഗ്രേഡ് സാധനങ്ങളൊന്നും കിട്ടാറില്ല. നമ്മളിവിടെ ആമസോണിലൊക്കെ RC എന്തെങ്കിലുമൊക്കെ തപ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർ കളിക്കുന്ന സാധനങ്ങളാണ് നമുക്ക് കാണാറുള്ളത് അല്ലേ. അപ്പോൾ അതും ഒരിക്കലും ഹോബി ഗ്രേഡുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഹോബി ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മേടിക്കുന്ന ആ ഒരു ബേസ് സാധനത്തിൽ നമുക്ക് എത്രത്തോളം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, പാർട്സിൻ്റെ അവൈലബിലിറ്റി, ഇതെല്ലാമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോബി ആക്കുന്നത്. കാര്യം നമുക്ക് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എത്ര നാൾ വേണമെങ്കിലും അതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ സ്പെൻഡ് ചെയ്യുന്ന അത്രയും കാലം നമുക്ക് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അതായത് ഒരു പാർട്സ് എന്തെങ്കിലും ഒരു സാധനം പോയി കഴിഞ്ഞാൽ സ്പെയർ പാർട്സ് അടക്കം അതിന് കിട്ടണം. അപ്പോഴേ നമുക്കൊരു ഹോബി ആയിട്ട് അതിനെ കൂട്ടാൻ പറ്റും. കാര്യം നമ്മൾ അതിനകത്ത് കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അതൊരു ഹോബി ആവുന്നത്. ടോയ് ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും പൊട്ടിപ്പോയി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തീരും, മാറ്റാനുള്ള സ്പെയർ പാർട്സ് കിട്ടിയില്ല, അത് കളഞ്ഞു. അത് ടോയ് ആണ്, പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സാധനം. ഓക്കെ, സോ കൂടുതൽ ഡിലേ എടുപ്പിക്കുന്നില്ല. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം ഇത് കാരണം തന്നെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിലൊരു അൺബോക്സിങ്ങും ഒരു ഫസ്റ്റ് ലുക്കും ഇനീഷ്യൽ ഇംപ്രഷനും മാത്രമേ ഉണ്ടാവുള്ളൂ. കാര്യം ഒരു 2 വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ 3 വീഡിയോ ആയിട്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും. അപ്പോൾ വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വലിയ പെറ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഒരു വലിയൊരു ബോക്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മേശയുടെ ഏകദേശം ഒരു നല്ലൊരു ഏരിയ ഇത് കവർ ചെയ്യുന്നുണ്ട്. സോ എത്രത്തോളം നമുക്ക് നമ്മുടെ ക്യാമറയിൽ കിട്ടും എന്ന് നമുക്കറിയാൻ പാടില്ല. ക്യാമറ എന്ന് പറയുന്നില്ല, ഫോണിൽ തന്നെ പറയാം. സോ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ പാക്കിംഗ് അല്ല. കാര്യം കസ്റ്റംസിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വരുന്ന ഒരു പാക്കേജാണ് ഇങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ് അവർ സീലൊക്കെ ചെയ്ത് വന്നിരുന്നത്. സോ ഒബ്വിയസ്ലി നമുക്ക് കസ്റ്റംസിൻ്റെ ടാക്സ് ഉണ്ടാവും ഇതിൽ. അപ്പോൾ ടാക്സ് ഒരു എമൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അത് പലവരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ 50% ആയിരിക്കും, ചിലപ്പോൾ ഒരു സെൻസും ഇല്ലാത്ത ടാക്സ് ആയിരിക്കും തരുന്നത്. സോ നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എത്രയെന്നുള്ളത്. എന്തായാലും നമുക്ക് എന്തായാലും ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പാക്കേജിങ് അല്ല കേട്ടോ. ഇത് 2-3 ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നമുക്ക് ഒറിജിനൽ പാക്കേജിങ് വേണമെങ്കിൽ ഒറിജിനൽ പാക്കേജിങ് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൈറോഫോം, അതായത് നമ്മുടെ സ്റ്റൈറോഫോം പാക്കേജിങ്ങിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൈറോഫോം പാക്കേജിംഗ് ആണ് ഇതെടുത്തത്. ഒറിജിനൽ പാക്കിംഗ് അല്ല, കാർഡ്ബോർഡ് ബോക്സ് അല്ല ശരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടു അറിയാൻ പറ്റും. എന്തായാലും മാക്സിമം ടൈം കളയാതെ നമുക്ക് എന്തായാലും വലിച്ച് കുറച്ചെടുക്കാം. ഇപ്പോൾ ബോക്സിൻ്റെ കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, സോ ഇത്രയും സ്റ്റൈറോഫോം ബോക്സ് എടുത്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാമേജ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തത്. പക്ഷേ അതിൽ തന്നെ ബോക്സ് കണ്ടറിയാം അല്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സോ ഇതും കൂടെ നമുക്ക് തുറക്കാം. സോ ഇത് കംപ്ലീറ്റ് ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത് കസ്റ്റംസിൻ്റെയൊക്കെ. ഇത്രയും വലിയ ബോക്സും പിന്നെ ഒരു റിമോട്ട് കൺട്രോൾ പ്രൊഡക്റ്റും ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് സാധനത്തിനെടുക്കാം. കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോക്സ് എന്തായാലും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത് ഇതിൻ്റെ കൺട്രോളറാണ്. നൈസ്, ഒരു ഹോബി ഗ്രേഡ് ടൈപ്പ് കൺട്രോളർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, കുഴപ്പമില്ലാത്തൊരു കൺട്രോളറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലുക്കും ഉണ്ട്, നല്ല അത്യാവശ്യം ഫീലുണ്ട് കേട്ടോ. നമ്മുടെ സാധാരണ ചെറിയ RC ഇതുപോലെ ഒന്നുമല്ല, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഇവിടെയുള്ളത് ട്രിമ്മുകളാണ്. ത്രോട്ടിൽ ട്രിം ചെയ്യാനുള്ള ട്രിമ്മാണ് ഇവിടെ ഉള്ളത്. ഇത് സ്റ്റിയറിംഗ് ട്രിം ചെയ്യാനുള്ളത്. സ്റ്റിയറിംഗ് അല്ല, നമുക്ക് ഇതിൽ തന്നെ ട്രിം ചെയ്യാൻ പറ്റും. അതുമല്ല നമുക്ക് ഇതിനകത്ത് മാനുവലി ട്രിം, മറ്റേ പഴയ ടോയ് ഗ്രേഡിൻ്റെ പോലെ താഴെ ട്രിം ചെയ്യുന്ന സാധനങ്ങളൊന്നും ഇല്ല ഈ സാധനത്തിനൊന്നും. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ കൺട്രോളർ. അപ്പോൾ കൺട്രോളറിൽ നമുക്ക് 4 AA ബാറ്ററി വേണ്ടി വരും. ഓക്കെ, സോ അതല്ലാതെ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു ചാർജിങ്ങിൻ്റെ ഇത് വരുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ മാനുവലൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടയർ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളും ഉണ്ട് ഇതിനകത്ത് തന്നെ. ഓക്കെ, സോ
സോ അതും കഴിഞ്ഞ് പിന്നീട് നമ്മുടെ ബബിൾ ട്രാപ്പിൻ്റെ അകത്ത് വരുന്നതാണ് നമ്മുടെ ഈ കാർ. അപ്പോൾ കാർ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ കാറിൽ. സോ അതുപോലെ തന്നെ നമുക്കൊരു സ്പെയർ ബാറ്ററിയും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബോക്സിൻ്റെ ഇനി ആവശ്യമില്ല, ബോക്സ് എടുത്ത് മാറ്റിയിട്ട്. ഓക്കെ, ഭയങ്കര കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഈ സാധനം വരാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ക്ഷമയില്ല. ഓക്കെ ഓക്കെ സോ ഇതാണ് നമ്മുടെ കാർ, അല്ലെങ്കിൽ ബഗ്ഗി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബഗ്ഗിയാണ്. ഓക്കെ, വെയിറ്റ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പാർട്സ് എല്ലാം വരുന്നത് മെറ്റൽ പാർട്സ് തന്നെയാണ്. അതുപോലെ തന്നെ ഇത് 4-wheel ഡ്രൈവും കൂടെയാണ്, ഇനി പറഞ്ഞില്ലെന്ന് വേണ്ട. സോ നമുക്ക് ഇങ്ങനെ കാണിക്കുന്നതിൽ നല്ലത് നമുക്കൊരു സൈഡ് ലുക്ക് കാണിക്കാം. അപ്പോൾ നമുക്ക് ക്ലോസപ്പ് ആയിട്ട് കുറച്ച് ഷോട്ട് കൊടുത്തിട്ടും ഇതിൻ്റെ കാര്യങ്ങൾ പറയാം അല്ലേ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളെ ബഗ്ഗിയാണ് ഈ ഇരിക്കുന്നത്. Wltoysൻ്റെ SKS 144001. ഈ പേര് പറയുമ്പോൾ തന്നെ ഒരു ടൈം എടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സസ്പെൻഷൻസ് എല്ലാം ഉള്ളതാണ്. വിഷ് ബോൺ സസ്പെൻഷൻ എന്നാണ് പറയുന്നത്, ഇങ്ങനെ രണ്ടിടത്തുനിന്നും വരുന്നത്. അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ ബ്രിഡ്ജ് എന്ന് പറയുന്നത് മെറ്റലാണ്. ഇത് മെറ്റലാണ് കേട്ടോ, എങ്ങനെ കാണിച്ചാൽ കേട്ടോ, ഈ ഭാഗം മെറ്റലാണ്. ഇതൊക്കെ എല്ലാം പ്ലാസ്റ്റിക് ആണ് ഉള്ളത്. അതുവഴി തന്നെ നമുക്ക് ഡിഫറൻഷ്യൽസ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ നിങ്ങൾ കണ്ടതിന് അറിയാൻ പറ്റും കേട്ടോ, ബോട്ടം പ്ലേറ്റ് എന്ന് പറയുന്നത് തന്നെ മെറ്റലാണ്. അപ്പോൾ ഇതിനകത്ത് ഫുള്ള് മെറ്റൽ മയമുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സ്ക്രൂവും കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, സോ ബാക്കിലും നമുക്ക് അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 4-wheel ഡ്രൈവാണ്. അപ്പോൾ ഷോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഒരു ടൈറ്റാണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ ഓയിൽ ഉള്ളതുകൊണ്ടാണ്. നമുക്കിത് ഓയിൽ ഫിൽഡാണ്. അപ്പോൾ അതായത് നമുക്ക് ഇവിടെ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിലിനകത്തേക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷനും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലോസപ്പ് ലുക്കിന് വേണ്ടിയിട്ട് ഫുള്ള് ടെർമോകോളാണ് ഇതിനകത്ത് മൊത്തം ഫിഷ്. ഓക്കെ, സോ ഇനി ഒരു സൈഡ് ലുക്ക് തന്നെ ഒന്നുണ്ടെങ്കിൽ ഇതാണ് സൈഡ് ലുക്ക്. ഓക്കെ, ബാക്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സസ്പെൻഷൻ, അതിൻ്റെ ബ്രിഡ്ജും മെറ്റലാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഉണ്ട്. കാരണം ബാക്കിലെ പ്ലേറ്റുകളെല്ലാം പിന്നെ അത്യാവശ്യം ഇതാണ്. ഡ്രൈവ് ഷാഫ്റ്റ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഈ പോകുന്ന മെറ്റൽ റോഡ് കണ്ടോ, താഴെ പോകുന്ന ഈ മെറ്റൽ റോഡ്, അതാണ് ഇതിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റ്. അതും മെറ്റലാണ്. ബാക്കിയെല്ലാം പ്ലാസ്റ്റിക്കിലൊക്കെയാണ്. കുറേ പ്ലാസ്റ്റിക്കും ഉണ്ട്, കുറേ മെറ്റലും ഉണ്ട്. രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ക്ലിപ്പ് ഉണ്ട്, ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട്. ഓക്കെ, ഇത് ഊരിക്കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കമ്പോണൻസും ബാറ്ററി കമ്പാർട്ട്മെൻറ്റൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് വരുന്ന കമ്പോണൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മോട്ടറാണ് ഇത്, 550 മോട്ടറാണ്. അതായത് മോട്ടർ സൈസ് ഉണ്ട്. ബ്രഷ്ഡ് മോട്ടറാണ്, ബ്രഷ്ലെസ് അല്ല. അപ്പോൾ അതുവഴി ഒരു ഗിയറിലേക്ക് വന്നിട്ട് ഗിയറിൽ നിന്നാണ് നമ്മുടെ ഈ നടുക്ക് കൂടെ ഒരു ഡ്രൈവ് ഷാഫ്റ്റ് പോയിട്ടുണ്ട്. റെഡ് കളർ സാധനം കണ്ടു. ഓക്കെ, ഈ ഷാഫ്റ്റ് വഴിയാണ് ബാക്കിലെയും ഫ്രണ്ടിലെയും ഇതിൻ്റെ അകത്ത് ഈ കാണുന്നതിൻ്റെ അകത്ത് ഡിഫറൻഷ്യൽസ് ഉണ്ട്, അതിൻ്റെ അകത്തേക്ക് പോകും. സോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സർവോ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. കണ്ടോ, സർവോ വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നത്. കണ്ടോ. ഓക്കെ, സോ ട്രാൻസ്മിറ്ററും ESCയും കൂടെ ഉള്ള കോംബോയാണിത്. ഇതെന്ന് പറഞ്ഞാൽ ചീപ്പായിട്ടുള്ളൊരു സാധനം തന്നെയാണ്. അവരുടെ അതിനൊരു ബ്രാൻഡിങ് ആണ്. അതുപോലെ തന്നെ സർവോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വയർ സർവോ ആണ്. അപ്പോൾ ഇത് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി പണിയാണ്. അതുപോലെ തന്നെ ഇത് ഓടുന്നത് 2Sലാണ്. 2S ലൈപ്പോ ബാറ്ററിയാണ്. 3S ഇതിൽ വർക്ക് ചെയ്യില്ല. 3S കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ചിലപ്പോൾ കത്തിപ്പോകും. സോ ഒരിക്കലും 3S കൊടുക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി കമ്പാർട്ട്മെൻറ്റിലേക്ക് വരാം. ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുതാണ്. നമുക്ക് വലിയ ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അത് കയറാൻ പറ്റും. കണ്ടോ, ഈ ചെറിയ ബാറ്ററി എന്ന് പറഞ്ഞാൽ ആകെപ്പാട് ഇത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ സൈസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വലിയ ബാറ്ററി ഇപ്പോൾ 2200 mAh ബാറ്ററിയൊക്കെ വരെ നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് കയറാം. ഓക്കെ, സോ ബാറ്ററിയുടെ കാര്യം പറയാം. അപ്പോൾ നമുക്ക് രണ്ട് ബാറ്ററിയുടെ കോംബോ ഓപ്ഷനാണ് ഞാൻ എടുത്തത്. അപ്പോൾ ബാറ്ററി എത്ര സൈസാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1500 mAh ആണ്. കണ്ടോ, 7.4 volt ആണ്. അതായത് 2S ബാറ്ററിയാണ്. അപ്പോൾ അത് നമുക്ക് 2 എണ്ണം ഉണ്ട്, അതിലിട്ട് ഓടിക്കാൻ പറ്റും. ഓക്കെ, സോ ഓൺ ഓഫിനുള്ള ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ ഈ ട്രാൻസ്മിറ്ററിൻ്റെ ESC റിസീവറിൻ്റെ അകത്തുള്ള ബട്ടണാണ്. ഇത് ഞെക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് ഓൺ ചെയ്യണത്. ഓക്കെ, സോ ഇത്രയാണ് ഇതിനകത്ത് ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം എന്തൊക്കെ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനടുത്ത് നമുക്ക് ഫ്രണ്ടിലോട്ട് നോക്കാം. ഓക്കെ, സോ ഇത് റൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ബേസിക്കലി വേണ്ട എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ചാർജർ വരുന്നുണ്ട്, ബാറ്ററി വരുന്നുണ്ട്,
കൺട്രോളർ വരുന്നുണ്ട്. കൺട്രോളർ അത്യാവശ്യം കുഴപ്പമില്ല, പിടിക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ ഇത്ര നാൾ ഉപയോഗിച്ചതിൽ വെച്ചിട്ട് ഞാൻ ആകെപ്പാടെ ഒരു ചെറിയൊരു 1-2 സാധനം ഉപയോഗിച്ചിട്ടുള്ളൂ. സോ അത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി സാധനമാണ്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരു ക്വിക്ക് ഒരു ഓവർവ്യൂ ആണ് തന്നത്. ഇനി എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഇതെന്തായാലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ബാറ്ററി എന്തായാലും ചാർജ് ചെയ്യണം. വന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നമുക്ക് നോക്കാം എന്തോരം സ്പീഡിലൊക്കെ പോകുന്നുള്ളത്. ഷോക്ക് അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷേ ഒരു ഇത്തിരി ടൈറ്റാണ്. എനിക്ക് തോന്നിയതാണെന്ന് അറിയാമല്ലോ, പക്ഷേ ഒരു ഇത്തിരി ടൈറ്റാണ്. എനിക്ക് തോന്നുന്നു ഓയിൽ ഭയങ്കരമായിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ടൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും ചെക്ക് ചെയ്തിട്ടും നമുക്കെന്തായാലും നോക്കാം. ഇനിയിപ്പോൾ ടയർ സോഫ്റ്റ് ടയർ തന്നെയാണ്, അത്യാവശ്യം സോഫ്റ്റാണ്, അത്ര ഹാർഡല്ല. ബാക്ക് ടയറിന് ഒരു ഇത്തിരിയും കൂടെ വീതി കൂടുതലാണ്, കുറച്ചൊരു വീതി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ബാറ്ററി എന്തായാലും ഇട്ട് നോക്കാം. അപ്പോൾ ബേസിക്കലി നമുക്ക് ബാറ്ററി കമ്പാർട്ട്മെൻറ്റിലേക്ക് ഇങ്ങനെ ഇട്ടാൽ മാത്രം മതി. അതിനുശേഷം ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടും നമ്മൾ ഈ വെൽക്രോ സ്ട്രാപ്പ് രണ്ടാമത് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കറിയാമല്ലോ നോർമലി നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്ത് നമുക്ക് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുത്തി കയറ്റി വെക്കാം. ഓക്കെ, തൽക്കാലം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. സോ അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് അമർത്തി കഴിഞ്ഞാൽ ഇത് ഓൺ ആവുള്ളൂ. സോ നമുക്ക് എന്തായാലും ആ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ബാറ്ററി ഇപ്പോൾ ചാർജ് ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഒരു റെഡ് ലൈറ്റ് ഇതിൻ്റെ ഇടയിൽ കത്തുന്നുണ്ട്, കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ഇതിൻ്റെ സൈഡിലായിട്ടൊരു റെഡ് ചെറിയൊരു ലൈറ്റ് കത്തുന്നുണ്ട്. മാക്സിമം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കാം. അവിടെ ഒരു ചെറിയൊരു ലൈറ്റ് കത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ട്രാൻസ്മിറ്ററും കൂടെ ഒന്ന് ഓൺ ചെയ്യാം. ട്രാൻസ്മിറ്ററും പവർ ഓൺ ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബൈൻഡ് ആയിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ എന്തായാലും സ്റ്റിയറിങ് സ്പീഡ് എന്തോരം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം സ്പീഡുണ്ട്. അപ്പോൾ സ്റ്റിയറിങ്ങും പ്രൊപ്പോർഷണലാണ്. നമ്മൾ എത്രത്തോളം കൊടുക്കുന്നോ അതിനനുസരിച്ച് തിരി കൊടുക്കണ്ടോ. ഇങ്ങനെ തിരിക്കാം, കുറച്ച് തിരിക്കാം, ഇല്ലെങ്കിൽ ഫുള്ള് തിരിക്കാം. നമ്മൾ എത്രത്തോളമാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് അത് തിരിയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മോട്ടർ ഒന്ന് പവർ ചെയ്ത് കൊടുക്കാം. അതാണ് അതിൻ്റെ ഫുൾ സ്പീഡ്. നമുക്ക് ഇതും പ്രൊപ്പോർഷണലാണ്. നമുക്ക് പതുക്കെ വേണമെങ്കിൽ പതുക്കെ കൊടുക്കാം. അതിനനുസരിച്ച് സ്പീഡ് കൂട്ടി നമുക്ക് ഓക്കെ, ഒരു ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഒന്നല്ലെങ്കിൽ ഗ്രീസ് കുറവായതുകൊണ്ടായിരിക്കാം. ഈ വരുന്ന മോഡലിന് ഡിഫറൻഷ്യൽ ഗ്രീസ് ചില സമയത്ത് കുറയാറുണ്ട്. സോ ചിലപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഇല്ലാത്ത കേസിൽ ഒട്ടും കുഴപ്പമില്ല. വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഡിഫറൻഷ്യൽ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇതിൻ്റെ എന്തായാലും ടെസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നമുക്ക് എന്തായാലും ഒന്ന് റൺ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ റണ്ണിങ് കൊടുക്കണം. അതുവരത്തേക്കും ബൈ.